ഇതെന്താ ഇന്നൊരു പടയായിട്ടെന്നായിരിക്കും അല്ലേ? അടുത്ത ദിവസം ഞങ്ങൾക്ക് ഈറൻ പാർട്ടിയാന്നേ. അപ്പോൾ അതിൻ്റെ ഡാൻസ് പ്രാക്ടീസ് നടക്കുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഇരുന്ന് മൂക്ക് പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങളുടെ ഡാൻസ് മാസ്റ്റർ വിക്രം. നല്ല മുടിഞ്ഞ പനിയാണേ. ഇനി ആ പനി നാട്ടുകാർക്കും വീട്ടുകാർക്കും വഴി കൂടെ പോകുന്നവർക്കൊക്കെ തരാതെ ഒരു സമാധാനവും ഇല്ല. അങ്ങനെ ഡാൻസ് പഠിത്തവും ഭരദൂഷണവും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും പിള്ളേർ സ്കൂളിൽ നിന്ന് വരാറായേ. ആദ്യം ആത്തുകൂട്ടനാണ് സ്കൂളിൽ നിന്ന് വന്നേ. ആത്തുനെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്തോടെ തന്നെ ജേഡുവിൻ്റെ സ്കൂൾ ബസ് വന്നു. അങ്ങനെ ജേഡുവിനെ ഞങ്ങൾ എല്ലാവരും കൂടെ പോയി ആഘോഷമായിട്ട് അങ്ങ് പോയി പിക്ക് ചെയ്ത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഡാൻസുകാർ ഡാൻസ് നിർത്തി പോകുന്നതിന് മുമ്പ് അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് ഓർഡർ ചെയ്തിരുന്നതാണ്. പക്ഷെ അവരെല്ലാം പോയി അവരുടെ ഡാൻസ് പഠിത്തവും കഴിഞ്ഞ് അവരുടെ വീട്ടിൽ കഞ്ഞി ഇട്ട് തിളച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ ഓർഡർ ചെയ്ത ഫുഡ് വന്നില്ലെന്ന് എന്നെ ചെയ്യാൻ പറ്റുമല്ലേ? ഞാനൊരു 5-6 പേർക്കുള്ള ഫുഡെല്ലാം വിളിച്ച് പറയുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ എൽസുവിനെ വിടാതിരുന്നത്. ഞാൻ എൽസുവിനോട് പറഞ്ഞു, എൽസു ഫുഡ് വന്ന് ഫുഡും കഴിച്ച് കല്യാണക്കുറിയും കാണിച്ചിട്ട് പോയാൽ മതിയെന്ന്. അല്ലെ ഞാനും ചേടും തന്നെ ഇതെല്ലാം കഴിച്ച് തീർക്കേണ്ടി വരികയല്ലേ? അങ്ങനെ ഫുഡെല്ലാം ഫൈനലി വന്നു. ഞങ്ങളെല്ലാവരും സന്തോഷത്തോടെ ഫുഡൊക്കെ ഷെയർ ചെയ്ത് കഴിച്ചു. എൽസു ആ പനി മാത്രം ഷെയർ ചെയ്യാതിരുന്നാൽ മതിയായിരുന്നല്ലേ?